കർക്കിടകവായിട്ട് ഒരു തിണ്ടികളും വിളിക്കുന്നില്ലല്ലോ. 12 മണിയായപ്പോൾ തൊട്ട് ഇവിടെ ഇത് കരയാൻ തുടങ്ങിയതാണ്. ഒരുത്തരും നോക്കുന്നില്ല. ഏതോ ഒരു കൊച്ചു വരുന്നുണ്ട്. കയ്യിൽ ഇലയുണ്ട്, ചോറുമുണ്ട്. ഈശ്വര, എന്താ അത്? ഇറച്ചിയോ? ഇറച്ചി മീനും കൂട്ടി ചോറുണ്ടാ. കാലം മറന്നു. മറ്റവൾ വരുന്നതിന് മുമ്പ് വേഗം തട്ടാം, അല്ല ഇപ്പം മണം പിടിച്ച് വരും. കയ്യൊക്കെ കഴുകി വേഗം വന്ന് കഴിക്കാം. ഏറ്റ ദൈവമേ, ഇവളിത് എവിടുന്ന് വന്നേടി? പട്ടാരക്കാലി അത് മുഴുവൻ കയറ്റരുതേ, ഞാനിപ്പോൾ വരും. ചേട്ടായി, ഞാനും വരുന്നു. ഈശ്വര, അവൾ പോയെന്നാ തോന്നുന്നു. വേഗം വരുന്നതിന് മുമ്പ് വേഗം തട്ടി കയറ്റാം. ഇല്ലെങ്കിൽ ഇപ്പോഴും പെരുവണ്ണാച്ചി വന്ന് അവൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അവൾ കൊടുക്കത്ത വയറാ. വേഗം കഴിക്കാം. ഏട്ടായി, ഞാൻ വന്നു. പൊടി അവിടുന്ന്, പൊടി അസത്തെ പോ. ഞാൻ കൊത്തി കണ്ണ് ഞാൻ പറഞ്ഞു പൊക്കോണോ എന്നിട്ട് ഇത് എൻ്റെ ചോറാ. നീ പോ, നീ വേറെ വല്ല വീട്ടിലും പോയി കയറടി. എൻ്റെ ഏട്ടായി, ഏട്ടായുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എന്താ ഏട്ടായി ഇങ്ങനെ? ഇപ്പോൾ ഞാൻ മിണ്ടൂല്ല. പോ, ഏട്ടായുടെ കലിപ്പിൻ്റെ കാന്താരിയല്ലേ ഞാൻ. എന്നെ എന്താ വിളിക്കാത്തത്? ഏട്ടായിയോട് മിണ്ടൂല്ല. ഇനി ഏട്ടായി വരാതെ കൊണ്ട് ഞാൻ വരൂല. ഏതെങ്കിലും പൂച്ച വന്ന് പിടിക്കട്ടെ ഏട്ടായിനെ. എൻ്റെ ദൈവമേ, പൊടി നീ പോയി കഴിക്കടി. ഏട്ടാ പോ, കരുതാക്കി ഇതേ വരുന്ന അടുത്തത്. ഏടാ പട്ടാരക്കാല, ഇന്ന് കർക്കിടകവാടാ. നിനക്ക് എന്നും കിട്ടുന്നതല്ലേടാ ഇറച്ചി മീനും കൂട്ടി ചോറ്. എനിക്കുള്ളത് അവിടെ വെച്ചിട്ട് പോടാ. ആരുമില്ലേ ഈ പട്ടാരത്തിന് ഒന്ന് വിളിച്ചിട്ട് പോകാനായിട്ട്? എടാ വെക്കടാ അവിടെ. എടാ കലവാടാ, തിരിഞ്ഞാ കൊല്ലുവാടാ. നിന്നെ കൊത്തി ഞാൻ നിന്റെ കണ്ണ് പറിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടായി. ഞാൻ വന്നപ്പോഴേക്കും എന്നെ കൊത്തിപ്പറിക്കുമെന്ന് പറഞ്ഞതില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണെ കയ്പോയി. അങ്ങനെ തന്നെ വേണം. ഓടി പണ്ടോരക്കോലി, നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ജീവിച്ചിരുന്നപ്പോഴും എനിക്ക് പച്ചവെള്ളം തരില്ല. മരിച്ചപ്പോഴേക്കും തീ എനിക്ക് തരുമോ തീർത്തു. 6 അബ്ബ വരെ വെല്ലിപ്പരമായിട്ട് വന്നിച്ചിരി ചോറ് തന്നു വിളിച്ചപ്പോൾ അവിടെ വന്ന് പണ്ടാരം ഇറങ്ങി പൊടി എൻ്റെ മുന്നിൽ.